SBTയുടെ പൂജപ്പുരയിലെ ആസ്ഥാനത്തിനു മുൻപിൽ SBT എംപ്ലോയീസ് യൂണിയന്റെയും സേവ് SBT ഫോറത്തിന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടന്നു. വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്ന് സേവ് SBT ഫോറം പ്രസിഡന്റ് പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. ലയനത്തിന് അനുമതി നൽകിയ കേന്ദ്ര സർക്കാർ തീരുമാനം കോടതിയിൽ ചോദ്യം ചെയ്യും. ഏഷ്യയിലെ ബാങ്ക് ആയ ഒരു ബാങ്കിന് ഉയർത്താൻ വേണ്ടി കേരളത്തെ ബലികഴിക്കുക എന്ന് പറയുന്നത് ശരിയല്ലെന്ന് കേരള ഗവൺമെൻറ്റും അസംബ്ലിയും MLA-മാരും എല്ലാം ഒരുമിച്ച് നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ്റിനോട് പറഞ്ഞതാണ്. ഈ തീരുമാനത്തിനെതിരായി ഞങ്ങൾ എല്ലാ മാർഗവും സ്വീകരിക്കും. സമരത്തിന് മാർഗം, അതുപോലെ നിയമത്തിന് മാർഗം, എല്ലാ മാർഗവും ഇത് അനുഭവിച്ചുകൂടാ. ബാങ്കിംഗ് മേഖലയിലെ പരിഷ്കരണത്തിനെതിരെ 28-ന് നടക്കുന്ന ദേശീയ പണിമുടക്കിൽ ലയനവിരുദ്ധ മുദ്രാവാക്യം ഉയർത്തുന്നതിനാണ് തീരുമാനം. ലയനത്തിന് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ നോട്ടിഫിക്കേഷൻ ഉടനുണ്ടാകും. നോട്ടിഫിക്കേഷന് ശേഷം 1 മാസം കഴിഞ്ഞാകും തുടർ നടപടികളുണ്ടാകുക. ഓഹരി ഉടമകളുടെയും ഇടപാടുകാരുടെയും വിവരം അറിയിക്കാനും നിയമപരമായുള്ള തുടർ നടപടികൾക്കുമായാണ് 1 മാസം സമയം നൽകുന്നത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.